General Secretary of Brahma Shantigiri Ashrama, and all the monks who are sitting here, and Matajis and devotees of Shantigiri Ashrama. In a Vedantic mantra, it says, Gurur Brahma, Gurur Vishnu, Guru Devo Maheshwara, Guru Sakshat Parabrahma, Tasmai Sri Gurave Namah. So Guru is not an ordinary human being. Always remember, this is what Shastra says. Guru is not a ordinary human being. Never see him as a human being. Always you see him as a Brahma, Vishnu, Maheshwara. Don't see his human activities. Think of him as a Brahma, Vishnu, Maheshwara, and follow his instruction and bring it to your life in practice so that you can achieve the highest goal of your human life, that is called God realization. With this, I conclude my small address. Thank you once again, one and all, and thanks Swamiji for bringing all his disciples to the ashrama in this very holy, auspicious day of Ramakrishna Mission Foundation Day. With this, I conclude. Nanni Namaskaram. ഒരിക്കൽ കൂടി കരുണാകര ഗുരു അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക അന്വേഷണങ്ങൾ തുടങ്ങിയത് ഈ മണ്ണിൽ നിന്നാണ്. നിങ്ങൾക്ക് ഏവർക്കും അത് അറിവുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളും എന്നൊരു ആധ്യാത്മിക യാത്രയിലാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം, ഈ ഒരു ചോദ്യചിഹ്നം വരും. ഈ കാണുന്ന ഒന്നും സത്യമല്ല, ഇതിൻ്റെ പിന്നിലുള്ള പരമാർത്ഥമായ സത്യം എന്ത് എന്നുള്ളൊരു ആധ്യാത്മിക ത്വര, പിന്നെ അതിനു വേണ്ടിയുള്ളൊരു അന്വേഷണമാണ്. അപ്പോൾ ആ അന്വേഷണം ഓരോരുത്തരും അവരവരുടെ നിലയിലാണ് തുടങ്ങുന്നത്. ഗുരുവിൻ്റെ ജീവിതത്തിലേക്കുള്ള നമ്മുടെ ഈ അവധൂത യാത്ര ഗുരുവിൻ്റെ ആത്മീയ സബരിയുടെ ഒരു ഘട്ടം ആരംഭിക്കുന്ന ഈ ആഗമാനന്ദ ആശ്രമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 1940 ഗുരു തന്നെ അക്ഷരം പഠിപ്പിച്ച കുമാരരുടെ ആശാനോട് എനിക്ക് എവിടെയെങ്കിലും ഒരു ആശ്രമത്തിൽ പോകണമെന്ന് പറയുകയുണ്ടായി. തൻ്റെ ഉള്ളിലുള്ള ആത്മീയ അനുഭൂതി എന്താണെന്ന് തിരിച്ചറിയുന്നതിനായിട്ടുള്ള ആ അവധൂത യാത്രയുടെ തുടക്കമായിരുന്നു അന്ന്. തോപ്പുംവഴി വരികയും അവിടെ നിന്നൊരാൾ പറഞ്ഞതിനനുസരിച്ച് ഇവിടേക്ക് എത്തുകയും ഈ ആശ്രമത്തിൽ വന്ന് ആഗമാനന്ദ സ്വാമിയെ കാണുക. ഇവിടെ നേരത്തെ സ്വാമി സൂചിപ്പിച്ചതുപോലെ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച ദിവസം 1897. ആ ദിവസം തന്നെ നമുക്കിവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസ ദേവന്റെ മുമ്പിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. 1940 ഗുരു തന്നെ അക്ഷരം പഠിപ്പിച്ച കുമാരരുടെ ആശാനോട് എനിക്ക് എവിടെയെങ്കിലും ഒരു ആശ്രമത്തിൽ പോകണമെന്ന് പറയുകയുണ്ടായി. തൻ്റെ ഉള്ളിലുള്ള ആത്മീയ അനുഭൂതി എന്താണെന്ന് തിരിച്ചറിയുന്നതിനായിട്ടുള്ള ആ അവധൂത യാത്രയുടെ തുടക്കമായിരുന്നു അന്ന്. തോപ്പുംപടിയിൽ വരികയും അവിടെ നിന്നൊരാൾ പറഞ്ഞതിനനുസരിച്ച് ഇവിടേക്ക് എത്തുകയും ഈ ആശ്രമത്തിൽ വന്ന് ആഗമാനന്ദ സ്വാമിയെ കാണുക. ഇവിടെ നേരത്തെ സ്വാമി സൂചിപ്പിച്ചതുകൊണ്ട് അന്ന് ഇവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് കുട്ടികളെ ആശ്രമത്തിൽ നിർത്തുന്ന ഒരു രീതി ഇല്ലായിരുന്നു. എന്നാൽ തന്നെ ഇവിടെ അടുത്തു തന്നെയുള്ള ആലുവ അദ്വൈത ആശ്രമത്തിലേക്ക് ഇവിടുന്ന് ഗുരുവിനെ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആഗമാനന്ദ ആശ്രമം നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന് വഴി കാണിച്ചു കൊടുത്ത ആത്മീയ ജീവിതത്തിലേക്ക് വഴി തിരിച്ചുവിട്ട
ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ ആശ്രമത്തോട് വലിയ കടപ്പാടുണ്ട്. ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു ദിവസം തന്നെ. യാദൃശ്ചികമോ ആകസ്മികമോ എന്നൊക്കെ വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഒരിക്കൽ പോലും ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച ദിവസം 1897. ആ ദിവസം തന്നെ നമുക്കിവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസ ദൈവത്തെ മുമ്പിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അങ്ങനെ തന്നെയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ വലിയ സന്യാസിമാരായിരുന്നില്ല. സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം നരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ചെറുപ്പക്കാരായ ആളുകളുടെ മനസ്സുകളിൽ ആത്മീയതയുടെ ഊർജം കടത്തിവിട്ട് അതിൻ്റെ കലനരിയിച്ച് ചെറുപ്പക്കാരായ ആളുകളെ എല്ലാവരെയും കൂട്ടി സന്യാസത്തിൻ്റെ വഴിയെ ബലപ്പെടുത്തി ആത്മീയ അനുഭൂതിയുടെ കാപ്പളത്തിൽ അതിൻ്റെ പൊടിക്കീഴിൽ 1897 ലോകമാസകരമുള്ള ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനങ്ങൾക്ക് ആധാരശിലയിടുന്ന കർമ്മമുണ്ടായി. അതാണ് ശ്രീരാമകൃഷ്ണ മിഷന്റെ സ്ഥാപനം. ഗുരുവിൻ്റെ കർമ്മ പദങ്ങൾക്ക് തിരിതെളിയിച്ച ഈ മഹാപ്രസ്ഥാനം എന്നും ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഓർമ്മകളിൽ സ്ഥായിയായി, ചിരകാല സ്മരണയായി, ചിരസ്ഥായിയായി നിലനിൽക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് അതിനെ ഊട്ടിയുറപ്പിക്കുന്ന മഹാകർമ്മമാണ് ഈ അവധൂത യാത്ര എന്ന് തങ്കലികളിൽ ചരിത്രത്തിൽ എഴുതി ചേർത്തുകൊണ്ട് നിങ്ങൾ നൽകിയ എല്ലാ ആദരവുകൾക്കും സ്നേഹാധിക്യത്തോടെ പ്രണാമം